ഇത് മാസ് മോട്ടോഴ്സിന്നാണ്, നമ്മുടെ ഹോണ്ടയുടെ ഡ്രീം യുഗിയാണ് വണ്ടി. അതിൻ്റെ നിലവിൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലും അതേപോലെ ഹാൻഡിലിൻ്റെ ബെയറിങ്, വീൽ ബെയറിങ് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണുണ്ടോ. അപ്പം നിലവിൽ ഹാൻഡിലിൻ്റെ ബെയറിങ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് നല്ല രീതിയിൽ ടൈറ്റായിരുന്നു. നല്ല ടൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോണൊക്കെ ഉണ്ടോ തുരുമ്പിട്ടിട്ട് ബോളൊക്കെ ശരിക്കും തുരുമ്പിട്ട് നല്ല രീതിയിൽ ടൈറ്റ്, ഗ്രീസിൻ്റെ മയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ നമുക്കത് അഴിച്ച് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ കോൺ സെറ്റപ്പാടി മാറണം. അതായത് 4 കോണും വരും, അതിൻ്റെ ബോള് റേസർ സെറ്റ് എല്ലാം കൂടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് ഓയിൽ സീൽ നമ്മൾ അഴിച്ച് മാറ്റാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നിലവിൽ ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് ഫോർക്കിൽ. തൽക്കാലം നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റിയാൽ മതി. കാര്യമായിട്ട് അങ്ങനെ വലിയ ഡീപ്പായിട്ടുള്ള പ്രശ്നമില്ല. എങ്കിൽ കൂടി നോർമൽ സാധാരണ രീതിയിലുള്ള കണ്ടീഷനല്ല നിൽക്കുക. കാരണം ഞാൻ ഓയിൽ സീൽ വർക്ക് ചെയ്ത് ഈ വന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്ത് ഓയിൽ സീൽ വർക്ക് ചെയ്തിട്ട് ചെറിയൊരു ലൈൻ പോലെ നിൽക്കണമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഓയിലൊക്കെ മാറ്റിയിട്ട് കുറേ ആയിട്ടുണ്ട്. പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ ആ ഉള്ളിൽ വന്ന ചെളിയുടെ ഇത് കണ്ടോ. കാരണം ആ സ്പ്രിങ്ങുമ്മയൊക്കെ ഓൾറെഡി ചെളി പിടിച്ച ഒരവസ്ഥയിലാണ് നിൽക്കണേ. ഇതൊക്കെ ആയാലും ശരിക്കും നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ഓയിലൊക്കെ മാറ്റാൻ. ഓയിൽ സീലും ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ചേഞ്ച് ചെയ്തിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗം പക്ക ക്ലിയറായിട്ട് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം, സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെയിൻ സ്റ്റാൻഡൊക്കെ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം വേറൊരു സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തിട്ട് അതുമേയാണ് ഇപ്പോൾ നിർത്തിയേക്കുന്നത്. ഐറ്റം നമ്മൾ അന്വേഷിച്ചിട്ട് സ്ഥലത്തും കിട്ടാനുമില്ല, അവൈലബിൾ അല്ല മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ചെയിനൊക്കെ നല്ല ചെയിനാണ്, ചെയിൻ സ്പോക്കറൊക്കെ പുതിയതാണ്, വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിയ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം അതിൻ്റെ വർക്ക് ഒന്ന് റെഡി ആയതിന് ശേഷം വേണം നമുക്ക് ആ പുകയുടെ കേസ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം കേട്ടോ നോക്കിയിട്ട്. കാരണം എന്തെങ്കിലും ബാക്കിയത്തെ വർക്കൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം. അത് ഏകദേശം എത്ര കോസ്റ്റ് വരും നമുക്ക് അറിയണമല്ലോ. അപ്പം പ്രകാരം വേണം നമുക്ക് മറ്റേതും കൂടി ഒന്ന് അയക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തെങ്കിലും ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.